പുഡിങ് ഉണ്ടാക്കി എങ്ങനെ മനുഷ്യന്മാർക്ക് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം അങ്ങോട്ട് ഓർഡർ ചെയ്യും. ഒരു പുഡിങ് കിട്ടണമെങ്കിൽ നമുക്ക് ചുരുങ്ങിയതൊരു 600 രൂപയെങ്കിലും കൊടുക്കണം. അതിലോ കുറച്ച് കട്ട് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞു. എന്നാലോ നമ്മളെ വീട്ടിൽ ഇഷ്ടം പോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്കൊന്നും കൊടുക്കാൻ തികയൂല. എന്നാലും മക്കളെ, ആരും ഇനി പുഡിംഗ് ഒന്നും ഓർഡർ ചെയ്യണ്ട കേട്ടോ. ഇതുപോലൊരു പൈനാപ്പിളൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പുഡിംഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതും നല്ല ടേസ്റ്റോട് കൂടി വളരെ സിമ്പിളായിട്ട്. നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് ബിരിയാണി ഉണ്ടാക്കലും ഒരുപാട് തിരക്കായിരിക്കല്ലേ. പെരുന്നാളിൻ്റെ അന്നാണല്ലോ നമ്മളെ വീട്ടിലുള്ള ആളുകളൊക്കെ, നമുക്ക് ഗൾഫിലുള്ള ആളുകളും ഒക്കെ ഒരുപാട് ഫോൺ കോളും വാട്സപ്പ് ചാറ്റും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് എത്ര സമയം ഉണ്ടായാലും തികയൂല. അപ്പം എന്താ, പുഡിങ്ങൊക്കെ അധികം ആളുകൾ ഓർഡർ ചെയ്യും. ഇനി ആരും പുഡിങ് ഓർഡർ ചെയ്യണ്ട കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള അതും പൈനാപ്പിൾ വെച്ചിട്ട്. പൈനാപ്പിൾ കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണല്ലേ. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യണത്. അപ്പം ഞാനെടുത്ത പൈനാപ്പിൾ വലിയൊരു പഴുപ്പൊന്നും ആയിട്ടില്ല. അതിനൊന്നും ആരും ടെൻഷൻ ആവണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് കുറച്ച് പഴുപ്പ് കുറഞ്ഞ പൈനാപ്പിൾ ആണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ പഴുത്ത പൈനാപ്പിളിനേക്കാളും എന്ന് വിചാരിക്കുക. അത്രക്കും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ നമ്മൾ കട്ട് ചെയ്യണ സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പൈനാപ്പിൾ വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ആളുകൾക്കുള്ള പ്രശ്നമാണ് പുഡിങ് സെറ്റാണില്ല, അത് പിരിഞ്ഞു പോവാണ് എന്നൊക്കെ പറയണത്. അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇഷ്ടം പോലെ പുഡിങ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലൈക്ക് കൊടുക്കുക. പിന്നെ ഈ ഒരു പൈനാപ്പിൾ പുഡിങ് നല്ല എളുപ്പമായതുകൊണ്ടും കുറഞ്ഞ ചിലവുകൊണ്ട് നമുക്ക് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പെരുന്നാളിന് എല്ലാവരും ഈ ഒരു പുഡിങ് ഉണ്ടാക്കിക്കോട്ടെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പുഡിങ് അധികം ആളുകൾ ഉണ്ടാക്കൂല, ഓർഡർ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പൈനാപ്പിളിൻ്റെ പകുതി എടുത്തിട്ട് ഒന്ന് തൊലിയൊക്കെ ചെത്തി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാട്ടി തന്നില്ലേ, അതിൻ്റെ ആ ഒരു പൈനാപ്പിളിൻ്റെ തൊലി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാലും അതിന് ഏറ്റവും കൂടുതൽ പിന്നൊരു തലവേദന എന്ന് പറഞ്ഞാൽ പൈനാപ്പിളിൻ്റെ തൊലി കട്ട് ചെയ്തതിൻ്റെ ഉള്ളിലുണ്ടാവും ഒരു മാതിരി സുനകൾ. അത് നമുക്ക് ജ്യൂസ് അടിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല കേട്ടോ. ജ്യൂസൊക്കെ അടിച്ചിട്ട് നമ്മൾ അരിക്കുമല്ലോ, അപ്പോൾ കുഴപ്പമില്ല. പക്ഷെ പുഡിങ് ഉണ്ടാകുമ്പോൾ നമ്മൾ അരിക്കൊന്നും ചെയ്യൂല. അതുകൊണ്ട് തന്നെ ആ ഒരു സുനനെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കൽ നിർബന്ധമാണ്. അത് എന്തായാലും ഒഴിവാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കണ സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഈ പ്രത്യേകിച്ച് നമ്മൾ പെരുന്നാളല്ലേ, പെരുന്നാൾ ഇനിയിപ്പോൾ പെരുന്നാളിന് തന്നെ ആവണമെന്നില്ല കേട്ടോ. നോമ്പിനും നമുക്കിത് നമ്മൾ നോമ്പ് സൽക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ ഫങ്ഷനൊക്കെ നമുക്കിത് നല്ല ഒരു സ്റ്റാറായിട്ട് നമുക്ക് ആ ഒരു മുമ്പിൽ തന്നെ ഈവൻ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോഴും നമുക്ക് പൈനാപ്പിൾ കട്ടിങ് കഴിഞ്ഞിട്ടോ. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ഇതാ ചൈന ഗ്രാസ്. ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഇനിയിപ്പോൾ മുമ്പത്തെ പോലെ അല്ലല്ലോ, എല്ലാ സ്ഥലത്തും സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മൾ സാധാരണ മസാലക്കടയിലും ഒക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ ഒരു പെരുന്നാളും നോമ്പൊക്കെ അടുപ്പിച്ചത് നല്ലോണം ഇത്തരം സംഭവങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അതുകൊണ്ട് തന്നെ ഇനി ചൈന ഗ്രാസ് എവിടെ എന്താണെന്ന് ചോദിച്ചിട്ട് ആരും ടെൻഷൻ ആവണ്ട. ഇതൊരു 10 ഗ്രാമാണ് ഇട്ട് എടുക്കുന്നത്. ഒരു പാക്കറ്റ് 10 ഗ്രാം ആയിരിക്കും. നമുക്കൊരു 1/2 ലിറ്റർ പാല് വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ 10 ഗ്രാമാണ് വേണ്ടത്. അതിൻ്റെ അളവൊക്കെ ശരിക്കും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 10 ഗ്രാമിലേക്ക് നമ്മൾ ഇതൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമ്മൾ എത്രയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ 1 കപ്പ് വെള്ളമാണ് കേട്ടോ. ഒരു 10 ഗ്രാം ചൈന ഗ്രാസിലേക്ക് 1 കപ്പ്, അതായത് 1 ഗ്ലാസ് വെള്ളം. നമ്മൾ സാധാരണ ചായ കുടിക്കണ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം. നല്ല കറക്റ്റായിട്ട് പറഞ്ഞു തരാം. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞു തന്നില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ ഫുഡിങ് ഫ്ലോപ്പ് ആവും. അപ്പോൾ ഫ്ലോപ്പ് ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ശരിക്കും കേൾക്കണം കേട്ടോ. അപ്പോൾ 1 കപ്പ് വെള്ളത്തിൽ ഞാൻ ആ ഒരു ഷോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആ പൈനാപ്പിൾ ഉണ്ടല്ലോ, നല്ലോണം ആ സുനൊക്കെ കളഞ്ഞ്
വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചത്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചത് ഇതുപോലൊരു ചട്ടിക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊരു കയ്യിലോണ്ടാണ് ഇട്ടതെങ്കിലും ഒരു 4 ടേബിൾ സ്പൂൺ ഉണ്ടാവും. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നല്ല പോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളിതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. ആ ഒരു പഞ്ചസാരയും അതുപോലെ തന്നെ എന്താണ് ഇതുണ്ടല്ലോ പൈനാപ്പിൾ, അത് രണ്ടും പഞ്ചസാര ഉരുകുമ്പോൾ തന്നെ കുറച്ചൊരു വെള്ളമാവും, അതുപോലെ തന്നെ പൈനാപ്പിളിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ഇത് നല്ല പോലെ ഒരു മിഠായിൻ്റെ ടേസ്റ്റിലൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തൊന്ന് മാറ്റി വെച്ചതിന് ശേഷം അതൊന്ന് തണുക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് 2 കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കേട്ടോ. എന്താ വെച്ചാൽ രണ്ടും ഒപ്പം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ തീയൊന്നും പിടിപ്പിച്ചിട്ടില്ല. ഒരു ഗ്യാസ് സ്റ്റൗമിൽ പാല് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഒരു ഗ്യാസ് സ്റ്റൗമിൽ നമ്മൾ ഇതാക്കി വെച്ചിന് കുതിർക്കാൻ വെച്ച ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റോളം വെള്ളത്തിലിട്ടിക്കുമ്പോഴേക്കും നല്ല പോലെ കുതിർന്ന് കിട്ടും കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് ലേശം കൂടെ വെള്ളം ഒഴിച്ചെടുക്കേണ്ടത് ഒരു 1/4 ഗ്ലാസ്, ഏകദേശം 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ചൈന ഗ്രാസിലേക്ക്. അതൊക്കെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് നല്ലൊരു കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് പുഡിങ് എടുക്കാൻ കഴിയൂല. അപ്പോൾ അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഞാനൊരു 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളൊരു 400 ഗ്രാമോ 300 ഗ്രാമോ ഒക്കെ പാലെടുത്തോളി. പക്ഷേ അതിലേക്ക് നമുക്കൊരു 1/2 ലിറ്ററിൻ്റെ അളവ് വെച്ചിട്ടാണ് ഞാൻ ചൈന ഗ്രാസ് ഇട്ടത്, 10 മില്ലിഗ്രാം. അതുകൊണ്ട് തന്നെ ഈ 300 ഗ്രാം പാല് അതുപോലെ തന്നെ 400 ഗ്രാമൊക്കെ ആണെങ്കിൽ 500 തികയ്ക്കണം. അതിനെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് തികയിക്കട്ടോ. ഇനി പാല് കുറവാണെങ്കിൽ അതിലേക്ക് വെള്ളം ഒഴിച്ചെടുത്താൽ മതിയാവും. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കേൾക്കുക. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം തീ കൊളുക്കുകയാണ് കേട്ടോ. തീയൊക്കെ കൊളുത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ പാല് തിളപ്പിക്കരുത്. പാലും ചൈന ഗ്രാസും ഒപ്പം ചെയ്യാൻ വേണ്ടി നോക്കണം. അപ്പോഴാണ് ആ ഒരു പാല് ചൂടാവുമ്പോഴേക്കും നമ്മുടെ ചൈന ഗ്രാസ് നല്ല പോലെ ഒന്ന് മെൽറ്റായി വരിക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ പാല് തീം വെച്ചിട്ടുണ്ട്. പാല് കുറച്ചൊരു തണുപ്പുള്ള പാലും കൂടെ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഒന്ന് തിളക്കാൻ വേണ്ടി പിടിക്കും. അപ്പോൾ നിങ്ങൾ തണുപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലുകൊണ്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് 1 മണിക്കൂറോളായിട്ടുണ്ട്. എന്നാലും കുറച്ചൊരു തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ പശുവിനെ കറന്നുകൊണ്ടും ഉണ്ടാണ് ആ ഒരു ഇളം ചൂടൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചൈന ഗ്രാസ് ഇത് നല്ലോണം തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ പാലും ഒരുപോലെ തിളക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. 2 ഹൈ ഫ്ലെയിമിലാണ് ചെയ്യണത്. അപ്പോൾ ഇതാ ചൈന ഗ്രാസ് ഇനി നമുക്ക് ഇത് അത്രയും മതി. ഇപ്പം അത്യാവശ്യമായിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് ചൈന ഗ്രാസ് ഇതാ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് 1/2 ലിറ്റർ പാലിലേക്ക് വേണ്ടത് കേട്ടോ. അത് നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് പാല് തിളക്കാൻ ആയ സമയത്ത് ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു 1/4 കപ്പ് പഞ്ചസാര കൊണ്ടൊക്കെ എവിടെ എത്താനാ, ഇതിൽ മധുരം ഉണ്ടാവില്ലല്ലോ എന്ന്. അപ്പോൾ ആരും ടെൻഷൻ ആവണ്ട. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ഒഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് കണ്ടൻസ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം കൂടി 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര കേട്ടോ. 1/2 ലിറ്റർ പാലിക്ക് നമുക്ക് നല്ല അത്യാവശ്യം മധുരം കിട്ടാൻ വേണ്ടി ഉണ്ടാവണേ. ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ലേശം കൂടി 2 ടേബിൾ സ്പൂണോളൊക്കെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ പാലൊക്കെ തിളക്കാനായിട്ടുണ്ട്. ചൈന ഗ്രാസ് നല്ലോണം മെൽറ്റായിട്ടുണ്ട്. ഇനി ഇത്രയും മതി. ഇനി നമുക്ക് ചൈന ഗ്രാസിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു തിളക്കണ പാലിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, മനസ്സിലായില്ലേ, പാലും തിളച്ചു, ചൈന ഗ്രാസ് റെഡിയായി. അപ്പോൾ ഈ ചൂടുള്ള തിളച്ച ചൈന ഗ്രാസ് തിളക്കണ പാലിലേക്ക് ഒഴിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മൾ ആ ഒരു പാല് നല്ല പോലെ ഇളക്കിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് ഒരു മൂലയിൽ പോയിട്ട് കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ച രീതിയിലുള്ള ഒരു പുഡിങ് റെഡിയാക്കി എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കൈ കൊണ്ട് ചൈന ഗ്രാസ് ഒഴിക്കുമ്പോൾ ഒരു കൈ കൊണ്ട് ഇളക്കുക. അങ്ങനെ കുറച്ച് സമയം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഇതാ ഇത് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി ഒരുപാട് സമയമൊന്നും തിളക്കാൻ വേണ്ടി വെക്കണ്ട. ഇനി നമുക്ക് പാല് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റിയിട്ട് ഇത് നമുക്കൊരു ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ വേണമെങ്കിൽ ചൈന ഗ്രാസ് അരിച്ചാലും മതിയാവും. പക്ഷെ ഞാൻ ചൈന ഗ്രാസും പാലും കൂടി ആയിട്ട് ഒന്ന് അരിക്കാന്ന് വിചാരിച്ചു. കാരണം പാലിലും ഉണ്ടാവും ചെറിയ ചെറിയ കട്ടകളും പാടകളൊക്കെ. അപ്പോൾ നമ്മളെ പുഡിങ് അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷായിട്ട് കിട്ടൂല. അതുപോലെ തന്നെ അത് സെറ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ പാലും ചൈന ഗ്രാസും കൂടി തിളച്ചതിന് ശേഷം ഒന്നായിട്ട് അങ്ങോട്ട് ഒന്ന് അരിച്ചെടുക്കാൻ കേട്ടോ. എന്തായാലും ചെറിയ കട്ടകളുണ്ടാവും, അതെന്തായാലും നമ്മൾ അരിച്ചെടുക്കുക.
ഒന്നാമത് നമ്മൾ ഒരു പരിപാടിക്കൊക്കെ ഉണ്ടാക്കുകയാണ്, അതല്ലെങ്കിൽ ഓർഡറൊക്കെ കൊടുക്കുകയാണ്, ഓർഡറൊക്കെ വാങ്ങിയിട്ട് ഒരു ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ആണെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം, നന്നാവും. അപ്പം ഇനി ഇതൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ലേശം ഒരു തുള്ളി മഞ്ഞ യെല്ലോ കളറ്, അതും ഫുഡ് കളറാണ് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലേശം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുക. അതിൽ വൈറ്റ് കളറിൽ തന്നെയാണ് പാല് വേണ്ടതെന്ന് അങ്ങനെയും ചെയ്യുക. അതൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ഏതായാലും ഞാൻ ആ പാലും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിതാ നമുക്കിതൊരു പുഡിങ് ട്രേയിലാണ് കേട്ടോ സെറ്റ് ചെയ്യണത്. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് പുഡിങ് ട്രേ ഇല്ല ആരും ടെൻഷൻ ആവണ്ട, കുറച്ച് വലുപ്പമുള്ള പ്ലേറ്റ് അതുപോലെ തന്നെ തളിക ഒക്കെ പറ്റും കേട്ടോ. തളികയിലൊക്കെയാണ് നമ്മൾ സാധാരണ വീട്ടുകാരൊക്കെ പുഡിങ് റെഡിയാക്കൽ. ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യാനല്ലേ വിചാരിച്ചിട്ട് ഒരു പുഡിങ് ട്രേ എടുത്തേന്നുള്ളൂ. ഞാൻ വീഡിയോ ചെയ്യാതൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും പ്ലേറ്റിലേക്കാട്ടോ ഒഴിച്ചു കൊടുക്കൽ. ഗസ്റ്റൊക്കെ വരികയുണ്ടെന്ന് കാണുമ്പോൾ ഞാൻ ചെറിയ സൽക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും 2-3 തരത്തിലുള്ള പുഡിങ് ഉണ്ടാക്കാറുണ്ട്. ആ പുഡിങ്ങൊക്കെ ഞാൻ എന്താ ചെയ്യുക, പ്ലേറ്റിക്ക് ചെറിയ തളിക ഉണ്ടായിക്കൊക്കെ ഒഴിച്ചു കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ പൈനാപ്പിളൊക്കെ ഞാനൊരു ലെയർ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ ആ കാച്ചി വെച്ച ഇതുണ്ടല്ലോ പാലിൻ്റെ ആ സംഭവം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ കുറച്ചൊന്ന് സെറ്റായിട്ടോ. ഏകദേശം ഒരു അരമണിക്കൂർ നിന്നാൽ മതിയാവും. അരമണിക്കൂറിലേറെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പൈനാപ്പിളും ഒന്നും അതിൻ്റെ നമുക്ക് സെറ്റായി കിട്ടൂല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറിനുള്ളിലായിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് വലിഞ്ഞ് വരുന്ന പോലെ നമുക്ക് തോന്നും. ആ ഒരു സമയത്ത് തന്നെ എന്താണോ നിങ്ങളിത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുള്ളത് ആ ഒരു സംഭവം എടുത്തിട്ട് പോലെ വെച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഡെക്കറേറ്റ് ചെയ്യണ ആ ഒരു പൈനാപ്പിളിൻ്റെ കഷ്ണം തന്നെ നേരത്തെ മെൽറ്റാക്കി വെച്ചിരുന്നല്ലോ, ഇതാക്കി വെച്ചിരുന്നില്ല, അതിന് കുറച്ചെടുത്തിട്ട് വെച്ചെടുക്കാം കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, എന്നാലോ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ഉഷാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാമും കൂടി കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ, വെറും 2 മണിക്കൂറൊന്ന് വെച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇത് തണുത്തിട്ട് കഴിക്കുമ്പോഴാണല്ലോ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഒരു 2 മണിക്കൂർ വെക്കുക. ഇപ്പോൾ ഫ്രീസറിലൊന്നും കൊണ്ടുപോയി വെക്കണ്ട കേട്ടോ, ഫ്രീസറിലൊന്നും വെക്കണ്ട, ഫ്രിഡ്ജിൽ തന്നെ വെക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ ഞാൻ ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇത് മാറ്റിയിട്ടുണ്ട്. ഇതാ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടോ. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോട് കൂടി കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പുഡിങ് നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, മാഷാ അല്ലാഹ് നല്ലൊരു വെട്ടഷനായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു നമുക്കിത് സെറ്റാവാനൊന്നൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങൾ ചൈന ഗ്രാസ് അളവ് കുറക്കും ചെയ്യരുത്, കൂട്ടും ചെയ്യരുത് കേട്ടോ. 10 ഗ്രാമിൽ ഒരിക്കലും കൂടണ്ട. ഇനിയിപ്പോൾ ഒരു 9-8 ഗ്രാം ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഇതാ നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ് ഈ 4 കാര്യങ്ങളൊന്നും ചെയ്യട്ടോ. നിങ്ങളെ കൊണ്ടല്ലേ ഇപ്പോൾ അതിന് കഴിയുള്ളൂ. അപ്പോൾ ഇതാട്ടോ, ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സലാമു അലൈക്കും.